നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീം കോച്ചിനുള്ള പുരസ്കാരം IFFHS പ്രഖ്യാപിച്ചു. നേരത്തെ മികച്ച ക്ലബ് കോച്ചിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. അത് കാർലോ ആഞ്ചലോട്ടിക്കായിരുന്നെങ്കിൽ ഇപ്പം മികച്ച ദേശീയ ടീം കോച്ചിനുള്ള പുരസ്കാരം സ്പാനിഷ് കോച്ച് ലൂയിസ് ഡി ലാ ഫ്യൂണ്ടക്കാണ്. കഴിഞ്ഞ 2 തവണയും മികച്ച ദേശീയ ടീം കോച്ചിനുള്ള പുരസ്കാരം നേടിയ ലയണൽ സ്കലോനി ഇത്തവണ 2ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആദ്യ 10 സ്ഥാനങ്ങളിൽ നിന്ന്. ഒന്നാമത് ലൂയിസ് ഡി ലാ ഫ്യൂണ്ടയാണ്, സ്പാനിഷ് കോച്ച്. അദ്ദേഹത്തിന് റാങ്കിംഗ് പോയിന്റുകൾ വന്ന് 274 രണ്ടാമത് ലയണൽ സ്കലോനി, അർജന്റീൻ കോച്ച്. അദ്ദേഹത്തിൻ്റെ റാങ്കിംഗ് പോയിന്റ് വന്നത് 148. മൂന്നാമത് ഫ്രഞ്ച് കോച്ച് ദിദിയ ദഷാം. 4ാം സ്ഥാനത്ത് ഇംഗ്ലീഷ് കോച്ച് ഗാരറ്റ് സൗത്ത്ഗേറ്റ്. 5ാം സ്ഥാനത്ത് ഐവറി കോസ്റ്റിൻ്റെ കോച്ച് എമേഴ്സൺ ഫയെ. ദെൻ 6ാം സ്ഥാനത്ത് ജർമ്മനിയുടെ കോച്ച് ഹുലിയൻ നെഗൽസ്മൻ. 7ാം സ്ഥാനത്ത് വീണ്ടും കൊളംബിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ടുള്ള അർജന്റീനക്കാരൻ, വീണ്ടും ഒരു അർജന്റീനക്കാരനാണ്, പക്ഷെ അദ്ദേഹം കൊളംബിയൻ ദേശീയ ടീമിൻ്റെ കോച്ചാണ്, നെസ്റ്റർ ലോറൻസോ. അദ്ദേഹമാണ് 7ാം സ്ഥാനത്ത് വരുന്നത്. 8ാം സ്ഥാനത്ത് തുർക്കി ദേശീയ ടീമിൻ്റെ കോച്ചായ ഇറ്റലിക്കാരൻ വിസെൻസോ മോണ്ടല്ലയാണ്. 9ാം സ്ഥാനത്ത് ജോർജിയ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ടുള്ള ഫ്രഞ്ചുകാരൻ വില്ലി സാഗ്നോലാണ്. 10ാം സ്ഥാനത്ത് ഉറുഗ്വായ് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ടുള്ള അർജന്റീനക്കാരൻ മാർസലോ ബിയൽസയാണ്. ഇതാണിപ്പോൾ IFFHS പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.